മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേഷൻ നോക്കാം. ലൈവിൽ ഇപ്പോൾ കിച്ചണിൽ അനുമോളും ലക്ഷ്മിയും തമ്മിലുള്ള വൻ ഫൈറ്റാണ്. കാരണം വേറൊന്നുമല്ല, കുറച്ചധികം ചോറ്, എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 3 പേർക്ക് കഴിക്കാനുള്ളത്രയും ചോറ് ബാലൻസ് വന്നിട്ടുണ്ട്. അതിനെ ചൊല്ലിയാണ് ഇപ്പോൾ അനുമോളും ലക്ഷ്മിയും തമ്മിൽ തർക്കം നടക്കുന്നത്. കാരണം രാവിലെ ലക്ഷ്മി അരി എടുക്കുന്ന സമയത്ത് അനുമോള് പറഞ്ഞിരുന്നു 5 നാഴിയാണ് അരി എടുക്കേണ്ടതെന്ന്. പക്ഷേ അനുമോള് പറയുന്നത് കേൾക്കാതെ ലക്ഷ്മി എനിക്കറിയാമെന്ന് പറഞ്ഞ് അരി അളന്നെടുക്കാതെ വെറുതെ പാത്രത്തിലേക്ക് അരി എടുത്ത് കഴുകിയാണ് കുക്കറിലിട്ടത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അളവ് തെറ്റിയിരിക്കുന്നത്. ഭക്ഷണം എന്തിനാണ് വെറുതെ പാഴാക്കുന്നത്? അല്ലെങ്കിൽ നിങ്ങൾ ചപ്പാത്തി പരത്തിയ സമയത്ത് ഓരോരുത്തർക്കും 11 പേർക്കും ഒരു ചപ്പാത്തിയും ബാലൻസ് ചോറും വെച്ച് കൊടുത്താൽ പോരായിരുന്നു? ഞാൻ കിച്ചൺ ടീമിലിരുന്ന സമയത്ത് അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ രാവിലെ എത്ര തവണ പറഞ്ഞതാ? അപ്പോൾ എനിക്കറിയാമെന്ന് പറഞ്ഞ് ലക്ഷ്മി തന്നെയല്ലേ വെറുതെ അരിയെടുത്ത് കഴുകിയത് അളവെടുക്കാതെ എന്നൊക്കെ. അപ്പോൾ ലക്ഷ്മി പറയുന്നുണ്ട്, ഇവിടെ ഫ്രിഡ്ജ് ഉണ്ടല്ലോ, ഞാനൊരു ബൗളിലാക്കി ഫ്രിഡ്ജിൽ വെച്ചോളാം, നാളെ എന്നിട്ട് തിളപ്പിച്ചൂറ്റാം. കൂടാതെ ഇന്ന് ഞാനും അനീഷും ജയിലിലായിരുന്നു. ഞങ്ങൾക്കുള്ള കഞ്ഞി ബിഗ് ബോസ് ആണ് തന്നത്. ഞങ്ങളും കൂടി ഫുഡ് കഴിച്ചിരുന്നെങ്കിൽ ഇത്രയും ബാലൻസ് വരില്ലായിരുന്നു. പക്ഷേ ഇതൊന്നും അനുമോള് കേൾക്കുന്നില്ല. അനുമോള് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട്. എന്തിനാണ് ഭക്ഷണം വേസ്റ്റ് ആക്കുന്നത്? ഫ്രിഡ്ജിൽ വെക്കാന്ന് പറഞ്ഞാൽ ഫ്രിഡ്ജിന് എന്താ വായുണ്ടോ? ഫ്രിഡ്ജ് എന്താ ഫുഡ് കഴിക്കുമോ? എങ്കിൽ ഫ്രിഡ്ജ് ഉണ്ടെന്ന് കരുതി ഒരു 10 കിലോയും കൂടി വേവിച്ച് അങ്ങോട്ടെടുത്ത് വെക്കുന്നൊക്കെ പറയുന്നു. നെവീനും ആര്യനും ലക്ഷ്മിയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട്. പക്ഷേ അനുമോൾ അതും കേൾക്കുന്നില്ല. സത്യം പറഞ്ഞാൽ ഇവിടെ അനുമോളുടെ ഭാഗത്തും കുറച്ച് ശരിയുണ്ട്, ലക്ഷ്മിയുടെ ഭാഗത്തും കുറച്ച് ശരിയുണ്ട്. അതിനുശേഷം ഹൗസ് ക്യാപ്റ്റനായ ആദില വന്ന് ഇടപെടുന്നുണ്ട്. ആദില പറയുന്നുണ്ട്, നാളെ തൊട്ടെങ്കിലും അളന്നിടണം, അരി ഇങ്ങനെ വേസ്റ്റ് ആക്കാൻ പാടില്ലെന്നൊക്കെ. അപ്പോൾ ലക്ഷ്മി പറയുന്നത്, ഞാൻ നാഴിയിൽ അളക്കുന്നില്ല എന്നേ ഉള്ളൂ. ഞാൻ കഴുകാൻ എടുക്കുന്ന പാത്രത്തിൽ ഒരു അളവുണ്ട്, ആ പാത്രത്തിലേക്കാണ് അരി എടുത്തത്. നമ്മുടെ മനസ്സിലൊരു കണക്കുണ്ടാകുമല്ലോ, അത് വെച്ചാണ് ഞാൻ എടുത്തത്. ഉടനെ ആദില പറയുന്നത്, ഇനി മനസ്സിലെ കണക്ക് വെച്ചൊന്നും എടുക്കണ്ട, ഭക്ഷണം പാഴാക്കാൻ പറ്റില്ല. അതുമല്ല, നാളെ തിളപ്പിച്ചൂറ്റാം എന്ന് പറയുന്നത് ശരി, പക്ഷേ നാളെ നമുക്ക് ഫുഡ് വരും. അപ്പോൾ ഇതെങ്ങനെ തിളപ്പിച്ചൂറ്റും? പിന്നെ നാളെ കഴിഞ്ഞ് വേണം എടുക്കാൻ. ആ സമയത്ത് ഇത് തിളപ്പിച്ചൂറ്റുന്ന സമയത്ത് കേടായാൽ എന്തു ചെയ്യും? ഇത്രയും ഫുഡ് വെറുതെ ആയില്ലേ? റേഷനെ ബഹുമാനിക്കാൻ പഠിക്കണമെന്ന് പറഞ്ഞ് വീണ്ടും അനുമോള് ദേഷ്യപ്പെടുകയാണ്. ഇവർ കഴിഞ്ഞ ദിവസം ചോറ് ഫ്രിഡ്ജിൽ വെക്കാതെയാണ് പോയത്. രാത്രിയിൽ ഞാൻ കിച്ചണിൽ വന്നപ്പോൾ കണ്ടിട്ട് ഞാനാണ് ഒരു ബൗളിലെടുത്ത് ഫ്രിഡ്ജിലേക്ക് വെച്ചത്. ഇവർക്കൊരു സൂക്ഷ്മയുമില്ല, ഇവർ ഫുഡിനെ ബഹുമാനിക്കുന്നില്ല, ഫുഡ് വേസ്റ്റാക്കി കളയുകയാണെന്ന് പറഞ്ഞ് വീണ്ടും അനുമോള് ദേഷ്യപ്പെടുന്നുണ്ട്. ഉടനെ ലക്ഷ്മി പറയുന്നുണ്ട്, എങ്കിൽ അനുമോൾ എവിടെയും പോണ്ടത്, ഈ കിച്ചണിൽ തന്നെ നിന്നു, ഇവിടെ തന്നെ നിന്നാൽ മതി എന്നൊക്കെ പറയുന്നു. എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുതർക്കം നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അനുമോള് കുറച്ചേരം അവിടെ പോയിരിക്കും, വീണ്ടും എന്തെങ്കിലും പറഞ്ഞ് കിച്ചണിലേക്ക് വരും, വീണ്ടും അവിടെ പോയിരിക്കും, കിച്ചണിലേക്ക് എന്തെങ്കിലും പറഞ്ഞു വരും. എന്തായാലും എല്ലാവരും അനുമോളെയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നെവീനും ആര്യനും ലക്ഷ്മിയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കേട്ടത് വെച്ച് നോക്കുമ്പോൾ എനിക്ക് 2 പേരുടെ ഭാഗത്തും ശരിയുള്ളതായിട്ട് തോന്നുന്നുണ്ട്. കാരണം ഇവർക്ക് കുറച്ച് ഫുഡേ കിട്ടുന്നുള്ളൂ, റേഷനാണ് കിട്ടുന്നത്. അപ്പോൾ ഫുഡ് വേസ്റ്റ് ആക്കാൻ പാടില്ല. അനുമോള് രാവിലെ തന്നെ പറഞ്ഞതാണ് അളന്നിടണമെന്ന്. അത് ലക്ഷ്മിയുടെ ഭാഗത്ത് നിന്ന് വന്ന തെറ്റ്. പിന്നെ ലക്ഷ്മിയുടെ ഭാഗത്തുള്ള ശരി, ഇന്ന് ബാക്കി വന്നിരിക്കുന്നത് ആകെ 3 പേർക്ക് കഴിക്കാൻ പാകത്തിനുള്ള ചോറാണ്. ഇന്ന് ഇവർ ജയിലിലായതുകൊണ്ട്, അതായത് അനീഷും ലക്ഷ്മിയും ജയിലിലായതുകൊണ്ട് ഇവർക്കുള്ള ഭക്ഷണം ബിഗ് ബോസ് ആണ് കൊടുത്തത്. അതുകൊണ്ട് തന്നെ ഇവരിന്ന് കിച്ചണിൽ വെച്ച ഫുഡ് കഴിച്ചിട്ടില്ല. അവരും കൂടി ഈ ഫുഡ് കഴിച്ചിരുന്നെങ്കിൽ വളരെ കുറച്ച് ചോറേ മിച്ചം വരികയുള്ളൂ. എത്രയൊക്കെ അളന്നിട്ടെന്ന് പറഞ്ഞാലും കുറച്ച് ചോറൊക്കെ എന്തായാലും മിച്ചം വരും. ലക്ഷ്മി അത് പറയുന്നുമുണ്ട്. ഫ്ലേവേഡ് റൈസ് ആയിരുന്നെങ്കിൽ ഇത് ഇത്രയും മിച്ചം വരില്ലായിരുന്നു. അതായത് ടൊമാറ്റോ റൈസോ ബീറ്റ്റൂട്ട് റൈസോ എല്ലാം ആയിരുന്നെങ്കിൽ ഇത്രയും മിച്ചം വരില്ലായിരുന്നു. ഇത് പ്ലെയിൻ ചോറായതുകൊണ്ടാണ് ഇത്രയും മിച്ചം വന്നതെന്ന്. പക്ഷേ അനുമോള് പറയുന്നത്, അനുമോള് പറഞ്ഞതനുസരിച്ച് അളന്നിടാത്തത് കൊണ്ടാണ് ഇത്രയും മിച്ചം വന്നത് എന്ന് തന്നെയാണ്. എന്തായാലും അങ്ങനെ ഒരു വൻ യുദ്ധം ഇപ്പോൾ അടുക്കളയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം.